നെക്സ്റ്റ് ഈസ് മോഡ്യൂൾ 5 ആണ്. മോഡ്യൂൾ 5 നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കറണ്ട് സോഴ്സ് ഇൻവേർട്ടറും വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറുമാണ്. അപ്പോൾ അതിലാദ്യം വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിനെ കുറിച്ച് പറയാം. വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പവർ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം മെയിനായിട്ട് ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവ്സിൻ്റെ സ്പീഡ് കൺട്രോളാണ് നോക്കുന്നത്. മെയിനായിട്ട് ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് മോട്ടറിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്തിട്ടാണ്. മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോട്ടർ ഒരു ഗുഡ് റണ്ണിങ് കണ്ടീഷനിൽ നമ്മൾ റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് ക്യാരായി ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൺട്രോൾ ചെയ്ത് സ്പീഡ് വേരി ചെയ്യുന്ന ടെക്നിക്കാണ് നമ്മൾ മെയിനായിട്ട് ഫാനിലും പമ്പിലും ബ്ലോവേഴ്സ് കൺവെയേഴ്സ് അങ്ങനെ കുറേ മെഷീൻസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നിക്ക്. ഇനി വേരിയബിൾ ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻഡക്ഷൻ മോട്ടറിലെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ടെക്നിക്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. പിന്നെന്ന് പറഞ്ഞാൽ കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ, അതുപോലെ തന്നെ സൈക്ലോൺ ഇൻവേർട്ടർ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറാണ്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൽ മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രീക്വൻസിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് DC സപ്ലൈ വരുമ്പോൾ ആ DC സപ്ലൈയുടെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അതായത് ആ DC സപ്ലൈ ഉപയോഗിച്ച് നമ്മൾ AC സപ്ലൈയുടെ ഫ്രീക്വൻസി വേരിയബിൾ ആക്കുന്നു. അതിൻ്റെ ഫിഗർ കാണുമ്പോൾ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ആ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ അല്ലെങ്കിൽ വേരിയബിൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ, അതിൽ നമ്മൾ കുറേ സ്വിച്ചസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൻ്റെ ബേസിക് ഫിഗറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കറിയാം കുറേ സ്വിച്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഏതൊക്കെ സ്വിച്ചസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് GTOs യൂസ് ചെയ്യാം, പിന്നെ IGBTs യൂസ് ചെയ്യാം, പിന്നെ തൈറിസ്റ്റേഴ്സ് SCRs യൂസ് ചെയ്യാം, പിന്നെ MOSFET യൂസ് ചെയ്യാം. അപ്പം ഈ സെൽഫായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസസും നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറുള്ള സ്വിച്ചസ് ആയിട്ട് യൂസ് ചെയ്യാം. സെൽഫായിട്ട് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്ന മീൻസ് സെൽഫായിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിൾ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതാണ് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൻ്റെ ഫിഗർ. ഇതാണ് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിൻ്റെ ഫിഗർ. ഇവിടെ നിന്നാണ് DC സപ്ലൈ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ചസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡയോഡ്സ് വെച്ചിട്ടുണ്ട്. റെക്ടിഫൈ ഡയോഡ്സാണ്. അപ്പം സ്വിച്ചിങ് വെച്ചിട്ട് നമുക്ക് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാം. ആ വോൾട്ടേജാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു VSI കൺട്രോൾഡ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫിഗറാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഈ മെഷീൻ്റെ റേറ്റിംഗ് അനുസരിച്ചാണ്, ഇപ്പം ലോവർ മെഷീൻസിനാണെങ്കിൽ SCR യൂസ് ചെയ്യാം, മീഡിയത്തിനാണെങ്കിൽ ഇപ്പം മെഷീൻ്റെ റേറ്റിംഗ് അനുസരിച്ചാണ് IGBT ആണോ MOSFET ആണോ അല്ലെങ്കിൽ SCR ആണോ GTO ആണോ എന്നൊക്കെ യൂസ് ചെയ്യുന്നത് മനസ്സിലാവണം. അപ്പം മെയിനായിട്ട് നമുക്ക് ഈ VSI അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ 2 രീതിയിലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഒന്നിനെ പറയുന്നതാണ് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറും പിന്നെ PWM ഇൻവേർട്ടറും. സ്റ്റെപ്ഡ് വേവ്ഡ് ഇൻവേർട്ടറായിട്ടും യൂസ് ചെയ്യാം, PWM ഇൻവേർട്ടറായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വോൾട്ടേജും ഫ്രീക്വൻസിയും വേരി ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
ഫ്രീക്വൻസി വേരി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ചസിൻ്റെ ടേൺ ഓൺ ടൈമിനെ കൺട്രോൾ ചെയ്താണ് നമ്മൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് വോൾട്ടേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ഡി സി വോൾട്ടേജ് ചേഞ്ച് ചെയ്യാം. സ്റ്റെപ്ഡ് ഇൻവെർട്ടർ വേവ് ഇൻവെർട്ടറിലാണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് സ്വിച്ചസിൻ്റെ ടേൺ ഓൺ കൺട്രോൾ ചെയ്താണ് നമ്മൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസീനെ വേരി ചെയ്യുന്നത്. നമുക്ക് കിട്ടേണ്ട വേരിയബിൾ ഫ്രീക്വൻസിയും വേരിയബിൾ വോൾട്ടേജുമാണ് കിട്ടുന്നത്. അപ്പോൾ വേരിയബിൾ ഫ്രീക്വൻസി അറ്റൈൻ ചെയ്യാൻ വേണ്ടി സ്വിച്ചസിൻ്റെ ടേൺ ഓൺ നമ്മൾ ടൈം കൺട്രോൾ ചെയ്യുന്നു. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുന്നത് പറഞ്ഞാൽ നമ്മൾ ഡി സി വോൾട്ടേജ് ഇൻപുട്ട് ഡി സി വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു എം ഇൻവേർട്ടറാണ്. പി ഡബ്ല്യു എം ഇൻവേർട്ടറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജും ഫ്രീക്വൻസിയും ഒരുമിച്ച് തന്നെ പി ഡബ്ല്യു എം ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതോ മറ്റേ സ്റ്റെപ്ഡ് വേവ് വെച്ച് അതുപോലെ നമുക്ക് സ്റ്റെപ്ഡ് വേവിലാണെങ്കിൽ നമുക്ക് ഓരോ ടേൺ ഓൺ ടൈമും പിന്നെ നമ്മൾ ഇൻപുട്ട് ഡി സി വോൾട്ടേജുമാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ പി ഡബ്ല്യു എം ഇൻവേർട്ടറിൻ്റെ കേസിലാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജും ഫ്രീക്വൻസിയും പി ഡബ്ല്യു എം ടെക്നിക്സ് യൂസ് ചെയ്ത്, അതായത് ആ ഇൻവേർട്ടറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫ്രീക്വൻസിയും വോൾട്ടേജും ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ പി ഡബ്ല്യു എം ടെക്നിക്സ് എന്ന് നമ്മളിതിലിപ്പം ഇതിൽ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സിമ്മ് അല്ലെങ്കിൽ ഡി സി ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ പി ഡബ്ല്യു എം ടെക്നിക്സ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് മൊത്തം പി ഡബ്ല്യു എം ടെക്നിക്സ് ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പി ഡബ്ല്യു എം ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പി ഡബ്ല്യു എം ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ ഇനി അത് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിൻ്റെ ജസ്റ്റ് ഫിഗറൊക്കെയാണ്, ജസ്റ്റ് ഒരു സർക്യൂട്ട് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമ്മുടെ നോക്കി സ്റ്റെപ്ഡ് വേവ്ഡ് ഇൻവേർട്ടറിൻ്റെ ഫിഗറിലാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഡി സി സപ്ലൈ ആണെങ്കിൽ അപ്പോൾ ഈ ഡി സി സപ്ലൈനെ വേരിയബിൾ ഡി സി സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചോപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളൊരു എൽ സി ഫിൽറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എൽ സി ഫിൽറ്ററിന് ഞാനിവിടെ ഡി സി ലിങ്ക് എന്നാണ് പറയുന്നത്. അപ്പം ഈ എൽ സി ഫിൽറ്റർ യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഫിൽറ്റേർഡ് വേരിയബിൾ ഡി സി വോൾട്ടേജാണ് നമ്മുടെ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിൽ കൊടുക്കുന്ന. സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറാണ് ഇവിടെ 6 സ്റ്റെപ്പ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിനെ ഇൻവേർട്ടർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യും. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് എ സി ആണെങ്കിൽ നമ്മളൊരു കൺട്രോൾഡ് റെക്ടിഫയർ യൂസ് ചെയ്ത് ആ എ സിനെ ഡി സി ആക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു എൽ സി ഫിൽറ്റർ യൂസ് ചെയ്ത് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇൻവേർട്ടറിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എ സി വോൾട്ടേജ് കിട്ടും. ആ എ സി വോൾട്ടേജാണ് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലോട്ട് കൊടുക്കുന്നത്. ഇനി സ്റ്റെപ്ഡ് വേവ്ഡ് ഇൻവേർട്ടർ നമ്മൾ എന്താണ് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ എന്ന് പറയാൻ കാരണം ഈ താഴെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഫിഗറാണ് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. അത് നോക്കി ഒരു സ്റ്റെപ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനാണ് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ട് ഇതിലെങ്ങനെയാണ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു കുറേ സ്വിച്ചസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സ്വിച്ചസിന് ടേൺ ഓൺ ആണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ സ്വിച്ചസ് ഇവിടെ മെയിനായിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത്, അതായത് സ്വിച്ചുകൾ ഓൺ ചെയ്യുന്നത് ഇത് ഒരു സീക്വൻസിലാണ് ഓൺ ചെയ്യുന്നത്. ആ സീക്വൻസ് എന്ന് പറയുന്നതിൻ്റെ ടൈം ഡിഫറൻസ്, ആ ഓൺ ആവുന്ന സീക്വൻസിൻ്റെ ടൈം ഡിഫറൻസ് എന്നത് T/6. അപ്പോൾ T/6 ടൈം ഡിഫറൻസിലാണ് ഓരോ സ്വിച്ചസ് ഓൺ ചെയ്യുന്നത്. ഇനി ഒരു സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ ആ സ്വിച്ചിൻ്റെ ഓൺ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് T/2 ആണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കറിയാം കുറേ സ്വിച്ചസ് ഉണ്ട്, കുറേ ട്രാൻസിസ്റ്റർ സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ചസ് എന്ന് പറയുന്നത് ഓൺ ആവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ T/6 ടൈം ഡിഫറൻസിലാണ് സ്വിച്ചസ് ഓൺ ആവുന്നത്. ഇനി ആ സ്വിച്ചിൻ്റെ ഓൺ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് T/2 ആണ്. അപ്പോൾ ഈ T/6 T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡാണ്, T/2 Tയും ടൈം പീരീഡാണ്. അപ്പം ഈ T/6 ടൈം ഡിഫറൻസിൽ ഓൺ ആവുന്ന ആ പൾസസ് ആണ് അവിടെ കാണിച്ചേക്കുന്നത്.
ഇനി ആ പൾസസ് നോക്കി, ആ പൾസസിൻ്റെ ടൈം ഡ്യൂറേഷൻ കാണുമ്പോൾ മനസ്സിലാവും. അതായത് നോക്കി ഇവിടെ π/6, 5π/6 ഓരോ സ്വിച്ചസ് ഓൺ ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇനി ഈ പൾസിൻ്റെ, അതായത് ഈ പൾസിൻ്റെ ഓൺ ടൈം ഡ്യൂറേഷൻ ആണ് കണ്ടത്. π/6 മുതൽ 5π/6ൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ T/2 ആണ് ഡ്യൂറേഷൻ. T എന്ന് പറഞ്ഞാൽ ടൈം പീരീഡാണ്. ഇനി അടുത്ത PWM പറയുവാണെങ്കിൽ PWMത്തിൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ, അതായത് നോക്കി നേരത്തെ ഡ്യൂറേഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കി ഒരു ഡ്യൂറേഷനിൽ തന്നെ പൾസസ് ഓൺ ആവാറുമുണ്ട്, ഓഫ് ആവാറുണ്ട്. അപ്പോൾ ആ ചെറിയൊരു ഡ്യൂറേഷനിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറേ പൾസസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ നോക്കി ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ തന്നെ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുന്ന ചെറിയൊരു ഡ്യൂറേഷനാണ്. മറ്റേതിലാണെങ്കിൽ T/2 ഡ്യൂറേഷനിൽ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. PWM ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓണും ഓഫും സംഭവിക്കും, പക്ഷെ ചെറിയൊരു ടൈം പീരീഡിൽ മാത്രമേ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പൾസസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം നേരെ മറ്റേ നോക്കുമ്പോൾ സ്റ്റെപ്പായിട്ടാണ് ഇരിക്കുന്നത്, ഒരു സ്റ്റെപ്പ് സിഗ്നലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ എന്ന് പറയുന്നത്. PWMലാണെങ്കിൽ കുറേ പൾസസ് ആയിട്ടായിരിക്കും ഒരു ചെറിയ ഡ്യൂറേഷനിൽ കാണുന്നത്. ഇനി നമ്മൾ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ യൂസ് ചെയ്യുമ്പം അതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ ആ ഡ്രോബാക്സ് എല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് PWM ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്ഡ് വേവ് ഇൻവേർട്ടർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തെ ഡ്രോബാക്ക് എന്ന് പറയുമ്പം ആദ്യത്തെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറിലാണെങ്കിൽ കുറേ ഹാർമോണിക് കണ്ടൻറ്റ് പ്രസൻ്റ് ആണ്. ലോവർ കമ്പോണൻറ്റ് ഹാർമോണിക് കണ്ടൻറ്റ്, അതായത് 5, 7, 2 അങ്ങനത്തെ ഹാർമോണിക്, അതായത് ലോവർ റേറ്റ് ആയിട്ടുള്ള ഹാർമോണിക് കമ്പോണൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഹാർമോണിക് കമ്പോണൻറ്റ് ഉണ്ടായതുകൊണ്ട് മോട്ടർ ലോസസ് ഉണ്ടാവും. മോട്ടർ ലോസസ് കാരണം ഡീറേറ്റിംഗ് ഓഫ് ദ മോട്ടർ പെട്ടെന്ന് ഡീറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മോട്ടർ യൂസേജ് നമുക്ക്, അതായത് ഇപ്പം ഒത്തിരി വർഷം നമുക്ക് ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വർഷം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡീറേറ്റിംഗ് ഫാക്ടർ കൂടുതലായിരിക്കും. കുറവാണെങ്കിൽ അത്രയും വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഹാർമോണിക് കണ്ടൻ്റ് എല്ലാം പ്രസൻ്റ് ആണെങ്കിൽ മോട്ടറിലെ ലോസസ് കൂടുതലായിരിക്കും. മോട്ടർ ലോസസ് കൂടുതലാണെങ്കിൽ ഡീറേറ്റിംഗ് ഓഫ് ദ മോട്ടർ കുറയും. ഇനി ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു ഹാർമോണിക് കണ്ടൻറ്റ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഹാർമോണിക് കണ്ടൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ മോട്ടർ റൺ ചെയ്യാൻ കിട്ടുന്ന മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് എപ്പോഴും പൾസേറ്റിംഗ് ടോർക്കായിരിക്കും. അപ്പം പൾസേറ്റിംഗ് ടോർക്കും ആകും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാർമോണിക് കണ്ടൻറ്റ്, ഞാൻ പറഞ്ഞ ലോവർ ഹാർമോണിക് കണ്ടൻറ്റ് പ്രസൻ്റ് ആണ്. അപ്പോൾ ലോവർ ഹാർമോണിക് കണ്ടൻറ്റ് പ്രസൻ്റ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കറണ്ടിലും ഹാർമോണിക്സ് ഉണ്ടായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ V/F റേഷ്യോ. നമ്മൾ മെയിനായിട്ട് ഇവിടെ വോൾട്ടേജും ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഹാർമോണിക്സ് പ്രസൻ്റ് ആണെങ്കിൽ V/F റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരിക്കും. V/F വളരെയധികം കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും V/F കൂടുതലായിരിക്കുന്നത്. അപ്പം ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പറഞ്ഞായിരുന്നു ഫ്ലക്സ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടും. അങ്ങനെ സംഭവിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സാച്ചുറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്ഡ് ഇൻവേർട്ടർ യൂസ് ചെയ്യുമ്പോൾ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഹാർമോണിക് കണ്ടൻറ്റ് ഉണ്ട്, മോട്ടർ ലോസ് കൂടുതലായിരിക്കും, പൾസേറ്റിംഗ് ടോർക്കായിരിക്കും, മാഗ്നറ്റിക് സർക്യൂട്ട് സാച്ചുറേറ്റ് ആയി പോകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെപ്ഡ് മോട്ടറിൻ്റെ ഡ്രോബാക്ക്. അപ്പോൾ ഈ ഡ്രോബാക്ക് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ PWM ഇൻവേർട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി PWM ഇൻവേർട്ടേഴ്സിൻ്റെ ഫിഗർ പറയുവാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട്, അതായത് DC സപ്ലൈയും AC സപ്ലൈ, അതായത് ഈ ഇൻവേർട്ടർ നമ്മൾ ഡയറക്റ്റായിട്ട് DC സപ്ലൈയിലോട്ട് കൊടുത്തേക്കുവാണ്.
നേരത്തെ ആണെങ്കിൽ എന്താണ് ഇപ്പം ഡി സിനെ വേരിയബിൾ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് മുന്നേ നമ്മൾ പഠിച്ചപ്പോൾ ആണെങ്കിൽ സ്റ്റെപ്ഡ് ഇൻവേർട്ടറിലാണെങ്കിൽ ഡി സി സപ്ലൈ ഡയറക്റ്റായിട്ട് എടുത്ത് ഇൻവേർട്ടറിലോട്ട് കൊടുക്കുന്നില്ല. പകരം അതിന് മുന്നേ ഒരു ചോപ്പറോ അല്ലെങ്കിൽ കൺട്രോൾഡ് റെക്ടിഫയറോ യൂസ് ചെയ്തിട്ടാണ്. അത് ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാം. ഇപ്പോൾ നോക്കി ഡി സി ഡയറക്റ്റായിട്ട് കൊടുത്തേക്കുമല്ലോ, ഇവിടെ ഒരു ചോപ്പർ യൂസ് ചെയ്ത് ആദ്യം ഈ ഡി സിനെ വേരിയബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവേർട്ടറിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഡി സി ലിങ്കിലോട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിൽറ്ററിലോട്ട് കണക്ട് ചെയ്ത് ഫിൽറ്റേർഡ് ഡി സി വോൾട്ടേജാണ് നമ്മൾ പി ഡബ്ല്യു എമ്മിലോട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന സപ്ലൈ എ സി ആണെങ്കിൽ ആ എ സിനെ ഡി സി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡി സി ആക്കിയതിന് ശേഷമാണ് ഡി സി ലിങ്കിലോട്ട് കൊടുത്ത് പിന്നെ പി ഡബ്ല്യു എമ്മിലോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പി ഡബ്ല്യു എമ്മിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ, നമുക്ക് പി ഡബ്ല്യു എമ്മിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്രൂവ്ഡ് സൈൻ വേവ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അവിടെ പൾസേറ്റിംഗ് ടോർക്കൊന്നും കാണില്ല, ടോർക്കിൽ പൾസേഷൻ വരുന്നില്ല. പിന്നെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പി ഡബ്ല്യു എം ഉപയോഗിച്ച് നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടറിനല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ഒന്നിൽ കൂടുതൽ ഇൻഡക്ഷൻ മോട്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മെയിനായിട്ട് ഇവിടെ നമ്മൾ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ബ്രേക്കിംഗ് ടെക്നിക്സ് അറിയാമല്ലോ, നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു 4 ക്വാഡ്രൻ്റ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നതാണ് പി ഡബ്ല്യു എം ഇൻവെർട്ടർ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഡൈനാമിക് ബ്രേക്കിംഗ് മാത്രമല്ല, റീജനറേറ്റീവ് ബ്രേക്കിങ്ങും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഡ്യുവൽ കൺവേർട്ടേഴ്സോ അല്ലെങ്കിൽ കൺട്രോൾഡ് റെക്ടിഫയേഴ്സോ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അതിൻ്റെ ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, റീജനറേറ്റീവ് ബ്രേക്കിങ്ങും നമുക്ക് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു ഫിഗറുണ്ട്. ഇതാണ് നമ്മുടെ ക്ലോസ് ലൂപ്പ് കൺട്രോളിൻ്റെ ഫിഗർ. ക്ലോസ് ലൂപ്പ് കൺട്രോളിൻ്റെ ഫിഗർ ഇതാണ്. ഇവിടെ നോക്കി നമുക്ക് ക്ലോസ് ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പി ഡബ്ല്യു എം ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലോസ് ലൂപ്പ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ഡബ്ല്യു എം ഇൻവേർട്ടർ യൂസ് ചെയ്യുമ്പം ഞാനൊരു ഡി സി സപ്ലൈയിൽ നിന്ന് നേരെ നമ്മൾ നോക്കി ഒരു ഫിൽറ്റർ എൽ സി ഫിൽറ്റർ കഴിഞ്ഞിട്ട് നേരെ പി ഡബ്ല്യു എം ഇൻവേർട്ടറിലോട്ട് കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് അറിയേണ്ടത് പി ഡബ്ല്യു എം ഇൻവേർട്ടറിനെ കൺട്രോൾ ചെയ്യണം, അല്ലേ? പി ഡബ്ല്യു എം ഇൻവേർട്ടറാണ് നമ്മുടെ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പി ഡബ്ല്യു എം ഇൻവേർട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഫ്രീക്വൻസിയും വോൾട്ടേജും കൺട്രോൾ ആവുമെന്നാണ് നമ്മൾ പഠിച്ചത്. അതെങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിയാൽ ഞാനിവിടെ 2 ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. ഈ ഒരു ഫിഗറിൽ 2 ലൂപ്പുണ്ട്. നോക്കിയേ, ഇവിടെ ഒന്ന് സ്പീഡ് കൺട്രോൾ ലൂപ്പ്. നോക്കിയേ, ആദ്യം ഒരു സ്പീഡ് കൺട്രോൾ ലൂപ്പാണ്. പിന്നെ ദാണ്ട വേറൊരു ലൂപ്പ് കാണിച്ചിട്ടുണ്ട്. ആ ലൂപ്പിൽ